റെഡ്ഡിയാർ ആൻഡ് സൺസിന്റെ ലോഡ് വന്ന ഇന്ന് പേയ്മെന്റ് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? കളക്ഷൻ വന്ന കാശില്ലേ ഇവിടെ? ചെറിയ ഷോർട്ടേജ് ഉണ്ട് സാർ. കളക്ഷൻ വന്നതിൽ നിന്ന് 1.5 ലക്ഷം രൂപ ഹോസ്പിറ്റൽ ബില്ല് കെട്ടാൻ മല്ലി കൊണ്ടുപോയി. ഹോസ്പിറ്റൽ ബില്ലോ? അതെന്താ അങ്ങനെ ഒരു? സാറിന്റെ വീട്ടിൽ നിന്ന് രോഹിണി വിളിച്ച് മല്ലിയോട് പറഞ്ഞതാ സാറിനെ ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റലിലെ പെൻഡിങ് ബില്ല് അടച്ചു തീർക്കാൻ. ഓഹോ, എന്നിട്ട് താൻ അപ്പ തന്നെ കടയിലെ ബിസിനസ്സിലുള്ള കാശ് എടുത്തു കൊടുത്തോ? എടോ, എത്ര പെടാപ്പാട് പെട്ടിട്ടാണ് ഞാനിത് നടത്തിക്കൊണ്ടുപോകുന്നത് തനിക്ക് തന്നെ നന്നായിട്ട് അറിയാലോ. ലോഡിന് കൊടുക്കേണ്ട പേയ്മെന്റ് മാത്രമാണോ? 2 ദിവസം കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം. അത് കഴിഞ്ഞാൽ ബിൽഡിംഗ് റെന്റ്. അതിനു പുറകെ താൻ ഉൾപ്പെടെ ഇവിടെ എല്ലാ സ്റ്റാഫുകൾക്കും സാലറിയും തരണ്ടേ ഞാൻ? കച്ചവടത്തിൽ നിന്ന് കാശ് എടുത്ത് മറിച്ചാൽ ഞാൻ പിന്നെ എവിടുന്ന് കൊണ്ടുവരും? കുന്തം വിഴുകിയത് പോലെ നിൽക്കാതെ താനൊന്ന് പറയണോ? ഞാൻ ഇനി മുതൽ ഇവിടെ ഇരിക്കുന്നില്ല. നിങ്ങളെല്ലാരും കൂടി അങ്ങ് നടത്തിക്കോ. ഞാനല്ല സാർ, സാറിന്റെ വൈഫ് പറഞ്ഞതായതുകൊണ്ട് മല്ലിയ കാശ് എടുത്തോണ്ട് പോയത്. മല്ലിയും മുളകും ഒക്കെ കാശ് എടുത്തോണ്ട് പോയാല് പിന്നെ തന്റെ ആവശ്യം എന്താണോ ഇവിടെ? തന്നെ കൊണ്ടുള്ള പ്രയോജനം എന്താ? മാനേജറാന്നും പറഞ്ഞ് തേച്ച് മിനിക്ക് നിൽക്കുന്ന തനിക്ക് ഞാൻ എന്തിനാ ശമ്പളം തരുന്നത്? കണ്ടവളമാരെന്നെ മുടിപ്പിക്കുന്നത് നോക്കി നിൽക്കാനോ? എന്റെ ജീവിത സ്വപ്നമായ ഈ കട നശിപ്പിച്ച് എന്റെ കയ്യിൽ തരുന്നതിന് വേണ്ടിയോ? വാ തുറന്നൊന്ന് പറയാൻ. വേണ്ട, ഇനി ന്യായവാദം പറഞ്ഞ് എന്റെ നില തെറ്റിക്കണ്ട. ജീവിതം മുഴുവൻ ഒഴുക്കിനെതിരെ തുഴഞ്ഞു തുഴഞ്ഞ് മടുത്തവനായി ഞാൻ. എത്രയോ വട്ടം വീണിട്ടുണ്ട്. എല്ലാം അവസാനിച്ചെന്ന് കരുതി ജീവിതം കയ്യിലെടുത്ത് നിന്നിട്ടുണ്ട്. അവിടുന്നൊക്കെ വല്ല വിധനയും പിടിച്ചു കയറി എല്ലാം ഒന്ന് കരക്കടുപ്പിക്കാൻ നോക്കുമ്പോഴാ തൊലച്ചു കളയാനായിട്ട്. ഞാനിപ്പോ പറഞ്ഞത് തന്നെയാ നല്ലത്. ജീവിക്കാൻ പഠിക്കാത്ത ഈ പൊട്ടനങ്ങ് മാറിയേക്കാം. എല്ലാരും കൂടി അങ്ങ് കൊണ്ടു നടന്നോ ഈ സ്ഥാപനം? ഇനിയും കൊടുക്കാനുള്ളവർക്കൊക്കെ ആരോടും ചോദിക്കാതെ എടുത്തു കൊടുക്കാം. എന്റെ ആശുപത്രി ബില്ല് കെട്ടാൻ മാത്രമല്ല, എന്റെ കുടുംബത്തിലെ ചെലവിന് കൊടുക്കാനുള്ളതും വാരി എടുത്തോ. കടക്കാരും പിരിവുകാരും വരും. കൊടുത്തും നടത്തിയും പിന്നീട് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ സകലതും കൂടി വാരി കൂട്ടിയിട്ടിട്ട് തീ കൊളുത്തിയാ മതി. നശിക്കട്ടെ, അല്ല നശിച്ച് നാമാവശേഷമാവട്ടെ. ആര് പറഞ്ഞടി കൗണ്ടറിൽ നിന്ന് കാശെടുത്ത് ബില്ലടയ്ക്കാനായിട്ട്? നിന്റെ കുടുംബത്തിൽ നിന്ന് കാശ് കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാണോ ഈ കട? എന്ത് കരുതിയിട്ടാണ് ഈ തോന്നിയ ദിവസം കാണിച്ചത്? വാ തുറന്നു പറ. രോഹിണി കൂപ്പിട്ട് ചൊല്ലിയതാ. വല്ലവളും വിളിച്ചു പറഞ്ഞാൽ ക്യാഷ് കൗണ്ടറിൽ കൈയിടാൻ നീ ആരാടി? കട മുഴുവൻ കേറി ഭരിക്കാൻ നിനക്ക് ആരാ അവകാശം തന്നത്? ആരാ അവകാശം തന്നേന്? പണ്ട് പണിയെടുത്ത കട കുത്തുപാള എടുപ്പിച്ചിട്ടാണോ നീ ഇങ്ങോട്ട് വലിച്ചു കയറി വന്നത്? അതൊന്ന് അറിഞ്ഞ കൊള്ളാം. തെമ്മാടിത്തരം ചെയ്തു കൂട്ടിട്ട് അവളൊരു മാപ്പ്. പോലീസ് സ്റ്റേഷനിൽ കയറ്റേണ്ടതാ. പെണ്ണായിപ്പോയി. പോട്ടെ പോട്ടെ, സാരില്ല.